എവിടെ അവൻ രക്ഷോട്ട് പോയി. പോയി പിടിക്കണവനെ. വാടാ. പിടിയിടവനെ. എടുക്കടാ, ഫോൺ എടുക്ക്. ഗോച്ചടാ. അമ്മേ, എവിടെയാടാ നീ? മലേഷ്യയിൽ ഒരാളെ കാണാൻ പോയിരുന്നില്ലേ? അദ്ദേഹം നിന്നെ തേടി ഇവിടെ വന്നിരിക്കുന്നു. ഗോച്ചയാണെന്ന് പറയാമേ.
ഗോച്ചാന്ന് അദ്ദേഹത്തിന്റെ പേര്. പണം കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയാമേ. നിന്റെ അച്ഛന് കൊടുക്കാനുള്ള പണമായിട്ട് അദ്ദേഹം വന്നിരിക്കുന്നേ. പേര് ദർശന. എല്ലാം പെൺകുട്ടികളാണല്ലോ ഇവിടെ. നീയൊന്ന് വേഗം വാ മോനെ. പതുക്കെ വന്നാ മതി എന്ന് പറ. ഒട്ടും ധൃതിയില്ല എനിക്ക്. നമ്മുടെ വീട് കണ്ടുപിടിക്കാൻ അദ്ദേഹം എന്തുമാത്രം കഷ്ടപ്പെട്ടെന്നറിയോ? അതിനെന്താമേ, എന്നാലും കണ്ടുപിടിച്ചല്ലോ. എന്തും പെട്ടെന്ന് ചെയ്യും. വേണുവിന്റെ വിഷയമാവും പ്രത്യേകിച്ച്. ഇന്ന് തീർക്കാമെല്ലാം. ഞാൻ വരുന്നെന്ന് പറയാമേ. ചേട്ടൻ എവിടെയായിരുന്നു? എടാ വേണു, എവിടാ പോയത്? ഒരു വലിയ മനുഷ്യൻ എത്ര നേരം നിന്നെ വന്ന് കാത്തിരുന്നു. കുഞ്ഞു കരഞ്ഞപ്പോ ഇപ്പോഴാ കുഞ്ഞിനെ കളിപ്പിക്കാൻ വെളിയിലേക്ക് പോയത്. വെളിയിലോ? എല്ലാരും ഇവിടെ തന്നെ ഉണ്ട്. ഞാൻ ഇവിടെ ഉണ്ട്. വാ, മുകളിലേക്ക് വാ. വാ മോനെ കുരുവി. കുഞ്ഞ് കരഞ്ഞു. തോക്കെടുത്ത് കൊടുത്തപ്പോ ടപ്പേന്ന് കരച്ചിൽ നിർത്തി. അതിനറിയില്ലല്ലോ ഇത് പൊട്ടൂന്ന്. കളിച്ചോണ്ടിരിക്കുക. പക്ഷെ നീ അറിഞ്ഞുകൊണ്ട് കളിച്ചു. എവിടാ ഡയമണ്ട്? താടാ തരാൻ. ശിവദാസന് ജനിച്ച പുലിയല്ലേ നീ? അതുകൊണ്ടാ നിന്നെ കൂട്ടിലിട്ട് ഈ ഗോച്ച ഡീൽ ഉറപ്പിച്ചേ. എടാ, ഞാൻ ഈ ഡയമണ്ടിന് വേണ്ടി മാത്രമല്ല നിന്നെ കാണാൻ കൂടി വന്നേ. നിന്റെ അച്ഛൻ നിന്നെ പറ്റി അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ ഒരുപാട് പറഞ്ഞു. ഓടിപ്പോയി നിന്റെ അച്ഛനെ പറ്റി ഞാൻ എന്താ സംസാരിക്കുന്നതെന്ന് ചിന്തിക്കുക. നിന്റെ അച്ഛനെങ്ങും പോയിട്ടില്ല, എന്റെ അടുത്തുണ്ട് അടിമയായിട്ട്. അവനെ കുറച്ച് കളി പഠിപ്പിക്കടാ. സൂപ്പർ അല്ലേ? നിന്നെ പോലെ തന്നെടാ നിന്റെ അച്ഛന് കാശ് ചോദിച്ചു വന്ന കൊച്ചിക്ക്. എന്നൊരു കോൺട്രാക്ട് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് മുഴുവൻ വാങ്ങിച്ചോളാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞത് വിശ്വസിച്ച് അവനും ജനങ്ങളോടൊപ്പം ജോലി ചെയ്തു. ഈ കല്ല് കിംബർലൈറ്റ് അല്ലേ? ഈ കല്ല് കണ്ടാല് ഇതിന്റെ അടി തീർച്ചയായും വൈരം ഉണ്ടാവും. ആ സ്ഥലത്ത് വൈരം ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഉള്ളിൽ വൈരം വെച്ചിട്ട് പുറമെ കാവൽ നിൽക്കാൻ ഞാനെന്താ ഭൂതമാ? ഇത് ഖനനം ചെയ്ത് നമ്മൾ എടുക്കുന്നത് തെറ്റാ. ഇത് ഗവൺമെന്റിനുള്ളതാ. നിന്റെ അച്ഛനത് എടുക്കുന്നത് എതിർത്തു. ന്യായമായിട്ട് പണിയെടുത്ത കാശ് മാത്രം ഞങ്ങൾക്ക് മതി. ഞങ്ങളുടെ നാട്ടിൽ പോവാം. പാവാടാ നിന്റെ അച്ഛൻ. എന്നെ പറ്റി നന്നായിട്ട് അറിയില്ല. കൊച്ചിയിൽ തന്നെ നിന്റെ അച്ഛനെ കൊന്ന് തള്ളണമെന്ന് വിചാരിച്ചു ഞാൻ.
ഏയ് നിന്റെ അച്ഛനെ ഒന്നും ചെയ്തിട്ടില്ലടാ ഞാൻ. ഖനനം ചെയ്ത നീയൊക്കെ ജീവനോടെ തന്നെ ഇരിക്കും. ഇല്ലെങ്കിൽ മുതലാളി വേണ്ട മുതലാളി. നിന്റെ അച്ഛന്റെ കൂടെ വന്ന ജനങ്ങളെ മാത്രം കൊന്നു എന്റെ പാർട്ട്ണർ. ഏതോ ദൈവം വരുന്നത് പോലെ എന്റെ മകൻ വരും മകൻ വരുന്ന് പുലമ്പിക്കൊണ്ടേയിരുന്നു നിന്റെ അച്ഛൻ. പോയി പറയാൻ പോകുമല്ലേ അവൻ വരില്ല ചത്തുപോയെന്ന്. ഏയ് ഏയ് നീ ഇങ്ങനെ ചാവാൻ പാടില്ല. ഇപ്പൊ എന്റെ പിള്ളേര് ലിഫ്റ്റിന്റെ വയറ് കട്ട് ചെയ്യാൻ പോവാ. അപ്പൊ ലിഫ്റ്റ് ഭൂമി പടർന്ന് താഴേക്ക് പോവാൻ പോവാ. നീ മേലേക്ക് പോവുക. അതോ ശരിക്കും അച്ഛൻ പറഞ്ഞത് പാലിക്കണമെങ്കിൽ വാടാ. ആണാണെങ്കിൽ കൊച്ചിക്ക് വാടാ. ഏയ് പൊക്കട മുകളിലേക്ക്. മുറിക്കടാ കേബിള്. വേണ്ട വേണ്ട. അയ്യോ. നീ ഭസ്മമായി പോകൂടാ. നീ നശിച്ചു പോകൂടാ. ഓടി വേണ്ടെന്ന് പറ കോച്ച. ഓടി ഇങ്ങോട്ട്. വേണ്ട. ഏറി. അയ്യോ, വേണ്ട വേണ്ട കോച്ച. ഒന്ന് വേഗം വാ, ഒന്ന് വാടാ, വേഗം വാ. ചാടി, ചാടിക്കോ, ചാടി, ചാടിക്കോ. രക്ഷിക്കാം, വേണുവിനെ രക്ഷിക്കാം നമുക്ക്. വാടാ, നോക്ക്, വാ. എന്താ ഇത്? കാശ് തരാമെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ട് വന്നിട്ട് എന്താ ഇവിടെ? എന്താ മോളെ, എന്ത് പറ്റി? ഒരുത്തൻ കുറേ ഗുണ്ടകള് വരുന്നുണ്ട്. എന്ത് പറ്റി? ലിഫ്റ്റിൽ കുടുങ്ങിയടാ. നിന്റെ അച്ഛനൊന്നും പോയിട്ടില്ല. എന്റെ അടുത്തുണ്ട് അടിമയായിട്ട്. അതോ ശരിക്കും അച്ഛൻ പറഞ്ഞത് പാലിക്കണമെങ്കിൽ വാടാ. ആണാണെങ്കിൽ കൊച്ചിക്ക് വാടാ. അമ്മേ വീണു. മോനെ നീ വന്നല്ലോ. എന്റെ മോൻ. വീണു മോനെ മോനെക്കൊന്നും പറ്റിയില്ലല്ലോ. മഹാബാബി നല്ലവനായിട്ട് വന്ന് നമ്മളെല്ലാം പറ്റിച്ചു പോയടാ. അച്ഛൻ കടക്കാരനായി ഓടിപ്പോയതല്ലമ്മേ, ജനങ്ങൾക്ക് വേണ്ടി നല്ലത് ചെയ്യാൻ വേണ്ടി പോയതാ. വേണു, നീ ഇപ്പൊ എന്താ ചെയ്യാൻ പോന്നേ? ലിഫ്റ്റിൽ അടച്ചിട്ട് ആണാണെങ്കിലും കൊച്ചിക്ക് വരാൻ പറഞ്ഞില്ലേ. ഇനി ഞാൻ അവനെ എതിരാളിയല്ലടാ യമൻ. മോനെ അമ്മയുടെ മോൻ വേലയ്ക്ക് പോയല്ലേ കണ്ടിട്ടുള്ളൂ.
പേട്ടയ്ക്ക് പോയിട്ട് കണ്ടിട്ടില്ലല്ലോ. ഇനി അവനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. വേണു അറിയാത്ത നാട്ടിലേക്ക് തനിയാണോ പോണേ? നോക്കമ്മാ, ഇവനെ ഓർത്ത് അമ്മ വിഷമിക്കണ്ട. ഇവൻ എന്തെങ്കിലും വിഷമം വന്നാൽ സഹായിക്കാൻ ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. വേണു, നീ ധൈര്യമായി പോടാ. കുടുംബത്തെ ഞാൻ നോക്കിക്കൊള്ളാം. ആ ഗോച്ചായെ പോയി കണ്ടിട്ട് പോടാ. അളിയാ, കല്യാണ ഒരുക്കങ്ങളൊക്കെ എന്തായി? ഒരുക്കങ്ങൾ